ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ ജർമ്മൻ ക്ലബ്ബാണ് നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ സെല്ലിംഗ് കിങ്സ് എന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും വലിയ ടൈറ്റിലുകളും ഷീൽഡുകളും ഒന്നും അവരുടെ ഷെൽഫിൽ ഇല്ലെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ അതിശയകരമായിട്ടുള്ളതാണെന്നുള്ളത്. കാരണം ഏറ്റവും ചെറിയ വിലക്ക് സാധനം വാങ്ങി അതിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഏറ്റവും വലിയ വിലക്ക് വിൽക്കുന്ന ഒരു ഡിമാൻഡ് സപ്ലൈ അത് അവർക്ക് വളരെ മനോഹരമായി ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അവരുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ഏരിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ട്രേഡേഴ്സ് ആണോ എന്ന് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സംശയം ഉണ്ടായി പോയേക്കാം. കാരണം അത്തരത്തിലുള്ള ട്രാൻസ്ഫറുകളാണ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് മറ്റു ക്ലബിലേക്ക് നടന്നിട്ടുള്ളത്. നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബിസിനസ് ചെയ്യുന്നത് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ ജർമ്മൻ ക്ലബ്ബ് തന്നെ. ഹ്യൂഗോ എക്കിറ്റ്കെ എന്ന് പറഞ്ഞ ലിവർപൂളിന്റെ ലേറ്റസ്റ്റ് സൈനിങ് 104 മില്യൺ വർത്ത് വരുന്ന ഒരു സൈനിങ് ആണ്. ആ ഒരു സൈനിങ് നടത്തിയിട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുമാണെന്നുള്ളതാണ്. ഈ ഒരു പ്ലെയറിനെ PSG വാങ്ങുന്നത് 19 മില്യൺ ആണ്. അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ടിന്റെ സെല്ലിംഗ് ഹിസ്റ്ററീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സീസണിൽ ഒമർ മെർമസ് എന്ന് പറഞ്ഞ പ്ലെയർ 88 മില്യൺ ആണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് സെല് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വില്ലൻ പാച്ചോനെ 16 മില്യൺ വാങ്ങിയിട്ട് 47 മില്യൺ ആണ് PSG വിടുന്നത്. അതിനു മുമ്പുള്ള കഥ പറയുകയാണെങ്കിൽ കൊലോ മുവാനി എന്ന് പറഞ്ഞ പ്ലെയറിനെ 114 മില്യൺ ആണ് PSG വിറ്റെന്നുള്ളതാണ്. ഫ്രാങ്ക്ഫർട്ട് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഏറ്റവും മനോഹരമായ രീതിയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രാങ്ക്ഫർട്ടിന്റെ ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്കുണ്ടായ പോലെ തന്നെ സംശയങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ശരിക്കും സ്റ്റോക്ക് ട്രേഡേഴ്സ് എങ്ങനെയാണോ എന്നുള്ളത്. കാരണം മനോഹരമായിട്ട്, അതായത് ഓർക്കറിയാം എവിടെയാണോ കുറഞ്ഞ് കിട്ടുന്നത് ആ കുറഞ്ഞ പ്ലേയേഴ്സിനെ എടുത്തിട്ട് കൂടുന്ന സമയത്ത് അത് അവിടെയാണ് പോയത്. കൂടുന്ന സമയത്ത് ഏറ്റവും നല്ല റേറ്റിൽ ഒരാൾ വിറ്റ് അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സെൽ ചെയ്തിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും ഒരിക്കലും പോയിട്ടുള്ള ക്ലബ്ബുകൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ലുക്കാ ജോവിക് എന്ന് പറഞ്ഞ പ്ലെയർ 74 മില്യന്റെ സൈനിങ്ങിലാണ് റയൽ മാഡ്രിഡിലേക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 114 മില്യണുമായിട്ട് PSG വരുന്ന കൊലോ മുവാനി അദ്ദേഹം അവിടെ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല എന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒമർ മർമൂഷൊക്കെയാണ് ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഏറ്റവും മനോഹരമായിട്ട്, അതേപോലെ തന്നെ വില്യൻ പാച്ചോ. പക്ഷേ ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവരുടെ ആ ഒരു ബിസിനസ് ഫ്രാങ്ക്ഫർട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.